ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സത്യം പറയട്ടെ, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അത് കിട്ടണമെന്നില്ല. അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോഴാണ്. സത്യത്തിൽ ഇതൊരു തരം ട്രാപ്പാണ്. ഒരു 32 വയസ്സുകാരൻ ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോൾ ഹെൽത്തിയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടല്ലോ എന്നായിരിക്കും. എന്നാൽ ഒരു 43 വയസ്സുകാരൻ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ഒരു BP ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എക്സ്ക്ലൂഷൻ തരും, അതുകൊണ്ട് പിന്നെ നോക്കാം. എന്നാൽ ഒരു 50 വയസ്സുകാരൻ ചിന്തിക്കുന്നത് പ്രീമിയം ഇപ്പോൾ ഏകദേശം ഒരു ഇയർലി ഒരു 28,000 പ്രീമിയം വരുന്നുണ്ട് ഫാമിലി ഏറ്റെടുക്കാൻ, ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് പിന്നീട് നോക്കാം എന്ന് വിചാരിച്ച് അവരും ഇരിക്കും. ഇതിൽ സത്യത്തിൽ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് വെയിറ്റിംഗ് പീരീഡ്. എല്ലാ കമ്പനികളിലും നിശ്ചിത ഒരു കാലയളവ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. അത് IRDAI റെഗുലേഷൻസ് പ്രകാരം അങ്ങനെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്ത ഉടനെ തന്നെ നമുക്കൊരു സർജറിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ കവറേജ് കിട്ടണമെന്നില്ല. 30 days, 2 years, 3 years അങ്ങനെ പലതരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡ് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിലും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു 26ാമത്തെ വയസ്സിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ നമുക്കത് 28ാമത്തെ വയസ്സാകുമ്പോഴേക്കും അത് ഫുള്ളി ആക്റ്റീവായിരിക്കും. ഒരു 36ാമത്തെ വയസ്സിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ അത് 38ാമത്തെ വയസ്സിൽ ഫുള്ളി ആക്റ്റീവായിരിക്കും. നമ്മളുടെ എന്താ പറയുക, വെയിറ്റിംഗ് പീരീഡൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് നിലവിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നോർമലി എല്ലാ കമ്പനികളിലും നമുക്ക് 3 year വെയിറ്റിംഗ് പീരീഡ്. നമുക്കത് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനായിട്ട് ആഡ് ഓണുകളുണ്ട്, അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുതിയ പല പ്ലാനുകളുണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോക്ക് നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ വളരെ യങ് ആണ്, അതുകൊണ്ട് തന്നെ പ്രീമിയം വളരെ കുറവായിരിക്കും, ഹെൽത്തി ആയിരിക്കും, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എക്സ്ക്ലൂഷൻ ഒന്നും ഉണ്ടാവില്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അധികം ഉണ്ടാവില്ല, ഏണിംഗ് ടൈമാണ്. നമുക്കതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പ്രീമിയം അടയ്ക്കാം, വളരെ അഫോർഡബിളായിട്ട് നമുക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഈ മൂന്നും ഒരേ സമയത്ത് ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ്. ആ വിൻഡോ ഇപ്പോഴാണ്. എമർജൻസി വന്ന ശേഷം ഇൻഷുറൻസ് നോക്കേണ്ടി വരുന്നവരെ, അല്ലെങ്കിൽ അവരുടെ ദയനീയാവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഹോസ്പിറ്റൽ ബില്ലും കയ്യും പിടിച്ച് പകച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ കവറേജ് ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു നിമിഷം നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാം. നിങ്ങളിപ്പോഴൊരു വളരെ യങ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു നിമിഷം പോലും ആലോചിക്കരുത്, ഹെൽത്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും വൈകാതെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നോക്കി നിങ്ങൾ എടുത്തു വയ്ക്കുക, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ